മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളതായിരിക്കും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതായത് കുറേ പേര് വിചാരിച്ചിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ബ്രെയിനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമുക്ക് ഈ വരുന്ന കുറേ ചിന്തകളുണ്ട്. ഈ ചിന്തകളോടുള്ള നമ്മുടെ റിലേഷൻ എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്നത്. കറക്റ്റ്, അബ്സല്യൂട്ട്ലി റൈറ്റ്. ഈ മെഡിറ്റേഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഉപമിക്കുന്നൊരു കാര്യമുണ്ട്, സ്കൈ ആൻഡ് ദ ക്ലൗഡ്സ്. ഓക്കെ. അതായത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആകാശം പോലെയും അതിൻ്റെ ഇടയിൽ ഈ ക്ലൗഡ്സാണ് ചിന്തകളും. അപ്പോൾ ഈ ക്ലൗഡ്സിനെ ഡെലിറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീർന്നു എന്നാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ശരിക്കും നമ്മൾ ഈ ക്ലൗഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ മേളിലാണ് നമ്മുടെ മനസ്സ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയലാണ് മെഡിറ്റേഷനിലൂടെ കിട്ടുന്നത്. നമ്മളെന്താ നമ്മുടെ മനസ്സിൽ എപ്പോഴും വെറുതെ നീ ആലോചിച്ച് നോക്കുക, നീ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ആ ചിന്തകൾ വന്നോട്ടെ, അതിൻ്റെ മേളിൽ അതിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഈ ചിന്തകളിലേക്കുള്ള നമ്മുടെ റിലേഷൻ ബിൽഡ് ചെയ്യലാണ് നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണം.